അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന സിനിമ ഡൂഡ്. ഒരു രക്ഷയില്ല, കിടിലം പടം. പ്രധാനമായിട്ട് പറയേണ്ടത് പ്രദീപ് രംഗനാഥൻ, PR മാൻ. നിങ്ങളെന്തൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു വേലയില പട്ടധാരി സമയത്തൊക്കെ മിസ് ചെയ്ത, അല്ലെങ്കിൽ അവിടെ മുതൽ കാണാണ്ടായ ധനുഷ്, ആ ധനുഷ് തന്നെയാണ് ഈ മനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ട്രെയിലർ റിയാക്ഷനൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധനുഷിന് രജനീകാന്തിലുണ്ടായ മുതലാണ് ഇയാൾ എന്നുള്ളത്. ഇത് ശരിക്കും അയാളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. ആഫ്റ്റർ ഡ്രാഗൺ ഹീസ് ആക്ച്വലി ബാക്ക് വിത്ത് എ ബാങ്. പ്രദീപ് രംഗനാഥനെ കുറിച്ച് പറഞ്ഞാൽ മതിയാവില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നുന്നൊരു സംഗതി. അയാളുടെ ഒരു എനർജി, സ്ക്രീൻ പ്രസൻസ്, ഓറ, ഇങ്ങനെയുടെ സ്റ്റൈല്, എന്താണ് ഒന്നും പറയാനില്ല. ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ പ്രദീപ് രംഗനാഥൻ്റെ ഒരു പ്രോപ്പർ വൺ മാൻ ഷോ തന്നെയാണ് ഈ സിനിമയുടെ അകത്ത് കാണാൻ പറ്റിയ ഒരു അഴിഞ്ഞാട്ടം ലെവൽ പരിപാടി. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു 2 സിനിമകളൊക്കെ പോലെ തന്നെ ഇതിൻ്റെ അകത്തും ആ ഒരു അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ആൾ കറക്റ്റ് ചെറിയിപ്പിക്ക് ചെയ്തെടുക്കുന്ന പോലെയാണ് വീണ്ടും ഈ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്ത്. കാരണം അത്രയും എനർജിയിൽ, അത്രയും എന്താ പറയുക, ആ ഒരു റേഞ്ചിലാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ കുറച്ച് ലെയറുകളുള്ള, ഒരുപാട് ഇമോഷൻസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ അദ്ദേഹം വളരെ ഈസിലി, വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അത് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് ഡയറക്ടറുടെ കാര്യമാണ്. കീർത്തീശ്വരൻ ആളുടെ ഡെബ്യൂ മൂവിയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ മൂപ്പരുടെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ എല്ലാം പുള്ളിയുടെ തന്നെയാണ്. വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. സായി അഭയങ്കർ മ്യൂസിക്കൽ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ വലിയൊരു ഹൈലൈറ്റ്. ഇതിൽ വലിയൊരു അട്രാക്ഷനും അത് തന്നെയാണ്. കാരണം ആ ഒരു ട്രാക്ക് ഊരും ബ്ലഡ് എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് ഈ സിനിമയെ എത്രത്തോളം, ഇതിൻ്റെ ഒരു PR വർക്കിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം ആ പാട്ടാണ് നമ്മളിലേക്ക് എല്ലാവരിലേക്കും ആദ്യം എത്തിയത്. അത്രയും സ്പ്രെഡായിട്ടുണ്ട് ആ പാട്ട്, അത്രയും വൈഡ്ലി എല്ലാവരുടെ അടുത്തും. എല്ലാവരും ആ പാട്ട് ഒരു തവണയെങ്കിലും കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സായി അഭയങ്കറിനെ കുറിച്ച് പറയാതെ ഇതിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം തിയേറ്ററിൽ ചുമ്മാ കത്തിക്കായിരുന്നു പുള്ളി. ഫ്രം ദ ബിഗിനിങ് ടുവേർഡ്സ് ദി എൻഡ് പട്ട എന്ന് പറഞ്ഞ ട്രാക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു മ്യൂസിക്കൽ പടം കാണുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. പടം തുടങ്ങി ഫസ്റ്റ് സീൻ മുതൽ തന്നെ അന്യായ എനർജിയാണ് സ്ക്രീനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം പ്രദീപ് രംഗനാഥൻ്റെ ആ ഒരു എൻട്രിയോടുകൂടെ തന്നെയാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പടം തുടങ്ങി നമുക്ക് ഇരിക്കാൻ സമയം തരില്ല. കാരണം അത്രയും ഫാസ്റ്റായിട്ട് നമ്മളെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുപ്പിക്കാതെ ഓരോ സാധനങ്ങൾ നമ്മൾ വിചാരിക്കും ഇങ്ങോട്ടാണ് സിനിമ പോകുന്നത്, അല്ലെങ്കിൽ ഇതാണ് കഥ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സമയം തരില്ല. അപ്പോഴേക്കും അത് അവർ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഇവൻറ്റിലേക്ക് പോകും. ഒരു വലിയൊരു ടൈം സ്പാനിൻ്റെ കഥ തന്നെ ഈ സിനിമ ത്രൂട്ട് പറയും. ഇതിൻ്റെ ഇൻ്റർവെൽ ആവുന്ന സമയത്തേക്ക് തന്നെ ഒരു ഹോൾ സിനിമയ്ക്കുള്ള കഥ അവർ പറഞ്ഞ് തീർത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ പടം റൺ ചെയ്യുന്നത്. 2 മണിക്കൂർ 18 മിനിറ്റ് 19 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ ഫസ്റ്റ് ഹാഫ് പറയാതിരിക്കാൻ വയ്യ, തീപ്പൊരി, ചുമ്മാ തീ ആയിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. അതിനോട് നീതി പുലർത്തിയിട്ട് സെക്കൻഡ് ഹാഫും വേറെ ലെവലിലേക്ക് കുറച്ച് ഇമോഷണൽ പരിപാടികൾ, കുറച്ച് ആ ഒരു ഗ്രാഫ് മേലേക്ക് വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പിന്നെ പറയാനുള്ളത് കുറച്ച് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവർ ഇതിനിടയിൽ കൂടെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വലിയ ഡയറക്ടേഴ്സൊക്കെ വേറെ ലെവലിൽ ചെയ്യുന്ന സംഗതിയാണ്. പക്ഷേ അവരിത് കുറച്ച് ഹ്യൂമർ കൂടെ പിടിച്ച് അതിലൂടെ ആ ഒരു റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകൾ, കുറച്ച് ടോപ്പിക്കുകൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ ഒരു മെസ്സേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഞെട്ടിച്ചത് പെർഫോമൻസുകൾ തന്നെയാണ്. PR-ൻ്റെ പ്രദീപ് രംഗനാഥൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അന്യായ ലെവൽ കത്തിക്കൽ പരിപാടിയായിരുന്നു എന്നുള്ളത്. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത കാര്യം അമിതാഭ് ബൈജുവിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യമാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ പ്രേമലൂലൊക്കെ കണ്ടൊരു അമിതാഭ് ബൈജു ഉണ്ടായിരുന്നു. ഇതിലേക്ക് വന്ന സമയത്ത് ഭീകരമായിട്ടുള്ളൊരു ഗ്രോത്ത് പെർഫോമൻസ് ലെവലിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇമോഷണൽ പരിപാടികളായിക്കോട്ടെ, ഹ്യൂമർ ആയിക്കോട്ടെ, ഒക്കെ ഭീകരമായിട്ട് വൻ സ്കില്ലോട് കൂടി ആൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ അകത്ത്. ശരിക്കും സത്യം പറഞ്ഞാൽ എന്നെ അമിതാഭ് ബൈജു സത്യം പറഞ്ഞ സമയത്ത് ഞെട്ടിച്ച് കളഞ്ഞു. പിന്നെ പറയാനുള്ളത് സുപ്രീം സ്റ്റാർ ശരത് കുമാറിൻ്റെ കാര്യമാണ്. ആൾ സ്ഥിരം സ്റ്റീരിയോടൈപ്പ് പരിപാടികളൊക്കെ മാറ്റി ഇതിലേക്ക് വന്നപ്പോൾ ഒരു വേറെ ഒരു ലെവൽ സാധനമാണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത്. അത് പുള്ളീനെ ധൈര്യത്തോടു കൂടി ഏൽപ്പിച്ച ഡയറക്ടർക്ക് വലിയൊരു നന്ദി പറയണം നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത്. ഇതിലൊരു വൻ ക്ലീഷേ ബ്രേക്കിംഗ് സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെന്തായാലും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് സ്പോയിലേഴ്സ് ആയതുകൊണ്ടാണ് കൂടുതൽ അതിലേക്ക് കടക്കാത്തത്. അങ്ങനെ പെർഫോമൻസുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമുക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ക്യാമറ, സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അന്യായ വർക്ക് തന്നെയാണ്. കാരണം പ്രദീപ് രംഗനാഥൻ്റെ ഒരുപാട് മൊമെൻസുകളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അതൊക്കെ നല്ല പെടപ്പനായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സായിയുടെ കാര്യം അന്യായ ലെവൽ കത്തിക്കൽ തീപ്പൊരി പരിപാടി. പിന്നെ സൗണ്ട് മിക്സിങ്, ആക്ഷൻ എടുത്തു പറയേണ്ട കാര്യമാണ്. ഉള്ളതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് പ്രദീപ് രംഗനാഥനെ വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്.
അങ്ങനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദീപാവലി ബ്ലാസ്റ്റ് തന്നെയാണ് ഡൂഡ് എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ദീപാവലി റിലീസായിട്ട് ഇപ്പോൾ 2 സിനിമകളാണ് നമുക്ക് തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്, പെറ്റ് ഡിറ്റക്റ്റീവ് ആൻഡ് ഡൂഡ്. രണ്ടും തിയേറ്റർ വാച്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ സിനിമകൾ കാണുക. അത്രയേ ഉള്ളൂ. ബൈ.